അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ള കാര്യം സംസലമയെ പറ്റിയാണ്. മഹാനായ സയ്യിദ്നാ സംസലമ ആ ഉദാഹരണത്തിൽ കൂടെയാണ് ഞങ്ങൾ ഇസ്ലാമിൽ വന്നത്. അല്ലെങ്കിൽ വരാൻ കഴിയില്ല. ഞങ്ങൾ പിടിച്ചതാണ് എല്ലാത്തിനും ശരി എന്ന് പറഞ്ഞൊരു കാലഘട്ടങ്ങളിൽ ഞങ്ങൾ കൊണ്ടു നടന്നിരുന്നു. ക്രിസ്ത്യൻ മതത്തിൽ 1959 പട്ടം കിട്ടി അച്ഛനായിട്ട് ജോലി ചെയ്തത് മാത്രമല്ല, അവർ അച്ഛന്മാരുടെ അസോസിയേഷന്റെ സെക്രട്ടറിയും, അതേമാതിരി 3-4 പ്രാവശ്യം വത്തിക്കാനിൽ പോയിട്ട് മാർപ്പാപ്പാനെയുമായിട്ട് സന്ദർശിച്ചും പല ക്ലാസ്സുകളിലും പ്രൈസ് വാങ്ങിച്ച ആളാണ്. ബൈബിൾ കാണാപ്പാണ്. ഇപ്പോഴുള്ള അച്ഛന്മാർ എവിടെ നിന്ന് ചോദിച്ചു തന്നാലും എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല, മറുപടി കൊടുക്കാൻ കഴിയും. ഞാൻ എന്തുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചു? എനിക്കെന്താ ഒരു കുറവ്? നല്ല ജോലിയാണ്, നല്ല ശമ്പളമാണ്, എന്റെ വീട്ടിൽ സമ്പത്തുണ്ട്. അതെല്ലാം ഒഴിവാക്കിയിട്ട് ഞാൻ ഇതിൽ വന്നത് എന്തുകൊണ്ട്? ആ മഹാനായ സയ്യിദ്നാ സംസലമ മഹാനവറുകളുടെ ചില വാക്കിന്റെയും ആ വാക്കിൽ പരാജയപ്പെട്ടതും കൊണ്ടാണ് ഞങ്ങളിതിൽ വന്നത്. എന്തുകൊണ്ട്? സഹോദരന്മാരെ, ഒരു കാലത്ത് മുസ്ലിം സമുദായത്തിനെ ക്രിസ്ത്യൻ മതത്തിലേക്ക് മതം മാറ്റാൻ നടന്നവനാണ് ഞാൻ. മാറ്റി എടക്കര എന്ന് പറയുന്ന സ്ഥലത്ത്, നിലമ്പൂര്, എടക്കര, വഴിക്കടവ്, ചുങ്കത്തറ, ആ പ്രദേശങ്ങളിലിരുന്ന് 68 മുസ്ലിം കുടുംബത്തിനെ ക്രിസ്ത്യൻ മതത്തിലേക്ക് മതം മാറ്റിയവനാണ് ഞാൻ. അന്ന് എന്റെ പേര് ജോൺ മുണ്ടക്കനാണ്. എന്റെ കൂടെ കുറച്ച് ഫാദർമാരും ഉണ്ടായിരുന്നു. അറബി അറിയാത്ത ഞങ്ങൾ അറബി അറിയുന്ന ഒരാളിനെ കിട്ടി. ഒരു ഫാദർ അലവി. അലവി എന്ന് പറയുന്നത് മുസ്ലിമാണ്. മലപ്പുറം ജില്ലയിൽ ഒതുക്കിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരുത്തനാണ്. അവൻ ഒരു കാലത്ത് പട്ടിക്കാട് ജാമ്യയിൽ ഓതിയിട്ടിരുന്നതാണ്. മഹാനായ സയ്യിദ്നാ സംസലമാനെ കോളേജിൽ നിന്ന് പുറത്താക്കിയതാണ്. നമ്മളെ മാതിരിയല്ല. നമ്മളെ മാതിരി ഒരാളിന് മുഖത്ത് നോക്കി തീർന്ന അവൻ ഇന്ന ആളാണ്, ഇന്ന സൈസാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. മഹാനവറുകൾ കണ്ടുപിടിച്ചു. അവനെ പുറത്താക്കി. അവൻ അങ്ങനെ നടക്കുമ്പോഴാണ് ഞാൻ മഞ്ചേരിയിൽ വെച്ചിട്ട് 74 അവനെ ഞാൻ കസ്റ്റഡിയിലെടുത്തു. പണം കൊടുത്തു, വേണ്ട വാഗ്ദാനങ്ങൾക്ക് ചെയ്തു. എടക്കര പുഴയെന്ന് ഞാൻ മാമോദീസ മുക്കി ക്രിസ്ത്യൻസാക്കി യോസഫ് എന്ന് പേരിട്ടവൻ ഞാനാണ്. വണ്ടൂർ ഒരു സാഹിബിന്റെ കർണാടക ആശുപത്രിയുണ്ട്, ജർമ്മനിക്കാരുടെ. അയാൾ ഞാനും കൂടെ ഞങ്ങളെല്ലാം അതിനെപ്പറ്റി യോഗം കൂടി അതിനുവേണ്ടി തീരുമാനം എടുത്തുകൊണ്ട് മഞ്ചേരിയിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി. ആണ് മർക്കത്തിൽ പിസാറ. അതുണ്ടാക്കിയിട്ട് അവനവിടെ ഇരുത്തി അലവീന. അവൻ അറബി ആയത്ത് കൊടുത്ത് ബുക്കുകൾ ഇറക്കും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുമായിരുന്നു. അങ്ങനെയായിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. ആ വേറെ അറിഞ്ഞ സംസലമ മഞ്ചേരി സവാളിൽ വന്നുകൊണ്ട് ഞങ്ങൾക്കൊരു കത്ത് വിട്ട് ഞങ്ങളെല്ലാവരും അവിടെ ചെന്നു. ചെന്നപ്പോ ഞങ്ങൾക്കൊരു നിർദ്ദേശം, ഒരു വാർണിംഗ് തന്നായിരുന്നു. ഞങ്ങളന്ന് വലിയ അഹങ്കാരിയായിട്ട് നടക്കായിരുന്നു. കാരണം പള്ളിയിലച്ഛൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, എല്ലാം ഞങ്ങളുടെ കയ്യിലാണ്. കാരണം ഈ ജനങ്ങൾക്ക് പാവം പുറത്തു കൊടുക്കുക, എന്ത് തെറ്റോ കുറ്റങ്ങളോ പാവങ്ങളൊക്കെ ചെയ്താൽ ഞങ്ങൾ പുറത്തു കൊടുക്കും. മനസ്സിലാക്കണം, അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അച്ഛന്മാരാണ്. കാരണം അവന്റെ തലയിലുള്ള പാവമൊക്കെ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ അഹങ്കാരത്തിൽ നടന്നവരാണ് ഞങ്ങൾ. ഒരു കാലത്ത് സംസലമ സവാളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളിവിടെ നിന്ന് പോകണം, ഇവിടെ ജബൂറും തവറാത്തും ഇഞ്ചിയിലും പൊറുക്കാനൊക്കെ ഞങ്ങൾക്ക് തിരിയും, നിങ്ങളിവിടെ പ്രവർത്തിക്കേണ്ട, വേഗം തലം വിട്ടോളാൻ പറഞ്ഞു. മനസ്സിലാക്കണം, അന്ന് ഞങ്ങൾ കണക്കാക്കിയത് ഒരു പഴഞ്ചൻ മൗലിയാർ ഒരു താടിയും തലയും കെട്ടുമല്ലാതെ എന്താ അദ്ദേഹത്തിന് അറിയാം എന്ന് ഞങ്ങൾ വളരെ പുച്ഛമായിട്ട് കണക്കിലെടുത്തു. 1979 മുതൽ 80 വരയ്ക്ക് എടക്കര, വഴിക്കടവ്, ചുങ്കത്തറ, നിലമ്പൂര്, കർലായി, പൂക്കോട്ടമ്പാടം, ആ സൈഡിൽ നിന്നൊക്കെ 68 മുസ്ലിം കുടുംബത്തിനെ ക്രിസ്ത്യൻ മതത്തിലേക്ക് പണം കൊടുത്തിട്ടും വീട് വെച്ചു കൊടുത്തിട്ടും അവരെ ഇങ്ങോട്ട് മാറ്റിയെടുത്തും കൊണ്ട് അവിടെ നിന്ന് ഞങ്ങൾ വെല്ലുവിളിച്ചതാണ്. ഇഞ്ചിയിലുള്ള ഗ്രന്ഥത്തിന്റെ സുറിയാനി ഭാഷയിൽ മറുപടി തരാൻ വല്ല പണ്ഡിതന്മാരും ഉണ്ടോ?
ആ വെല്ലുവിളി നേരിട്ട് വന്നാണ് മഹാനായ തേക്കിനാർ തംസുലമ. അദ്ദേഹത്തിന് സുറിയാനി അറിയില്ല. അദ്ദേഹത്തിന് എന്തറിയാം? ഒന്നും അറിയില്ല. സുറിയാനിയിൽ അദ്ദേഹത്തിനെ മറിച്ചിടാം എന്ന് പറഞ്ഞ് ഞങ്ങൾ വളരെ ഇതാണ്. ഞങ്ങൾ പറഞ്ഞിരുന്ന ഇതാണ്, ഇവിടെ ജബൂറും തൗറാത്തും ഇഞ്ചീലും ഖുർആനൊക്കെ 4 ഗ്രന്ഥവും 100 ഏടുകളും അല്ലാഹു തആല ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അതില് ഇഞ്ചിയിലുള്ള ഗ്രന്ഥം ഈസാ നബി അലൈഹി ഇസ്ലാമിന് ഇറക്കി കൊടുത്തത് അത് സുറിയാനി ഭാഷയിലാണ്. ആ സുറിയാനിയിൽ വേണം പാഠം എന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾക്കുണ്ടായിരുന്ന പുതിയ സുറിയാനി ഗ്രന്ഥം വെച്ചും കൊണ്ട് ഞങ്ങൾ വാദിച്ചു. മഹാനായ തംസുലമ എടുത്ത പഴയ സുറിയാനി ഗ്രന്ഥമാണ്. അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷേ പുതിയതിലെ അവസാനത്തെ നബി ഏതാന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞ യേശുവാണ്. ഈസയാണ് അവസാനത്തെ നബി. ഈസേനെ എവിടെയാ പ്രസവിച്ചെന്ന് ചോദിച്ചു. കന്യാളെ കെട്ടുന്ന കാലിത്തൊഴുത്തിലാന്ന് പറഞ്ഞു, ആട്ടിടയന്മാരുടെ ഇടയ്ക്ക്. എവിടെ നിന്റെ ഗ്രന്ഥം? കൊണ്ടു കൊടുത്തു. ചേക്കനാക്കി ഒരു പേജ് മാത്രം. ആ ഗ്രന്ഥം ഇങ്ങനെ മറിച്ചിങ്ങനെ നോക്കിയിട്ട് വലിച്ചങ്ങോട്ട് എറിഞ്ഞു. അതല്ലടോ എൻ്റെ അടുത്തുണ്ടോ ഗ്രന്ഥം? നീ അടുത്ത് വാ, ഇത് വായിച്ചിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നു. ആ ഗ്രന്ഥം നോക്കുന്ന സമയത്ത് അവസാനത്തെ നബി അതല്ല. ലൂതൽ ലുക്കർത്ത് ലൂസൽ ലുഗൂതി ആദൽ ഈസ. പുതിയതാ അതാണ് അവരുടെ പുതിയത്. പഴയതിലോ മകർദി മാസൽ മുഹൂദി ആദർ റീഖൽ അഹമ്മദ്. അഹമ്മദ് അഹമ്മദ് എന്ന് എവിടെ നോക്കിയാലും കാണാം. ആരുടെ പേര്? അന്ത്യപ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് അഹമ്മദ് അഹമ്മദ് എന്ന് ഞങ്ങൾ കണ്ടു. അത് മനസ്സിലാക്കി ഞാൻ. അങ്ങനെ ഞങ്ങൾ ഒരു 5 മണിക്കൂർ നേരം അവിടെ ഇടക്കരയിൽ വാദപ്രതിവാദത്തിൽ ഞങ്ങൾ പരാജയപ്പെട്ടു. എൻ്റെ സഹോദരന്മാരെ ഞാൻ ചുരുക്കി കൊണ്ടുവരികയാണ്. പരാജയപ്പെട്ട് കഴിഞ്ഞ ശേഷം പൗരത്തിൽ ഒപ്പിടാൻ പറഞ്ഞു. മലപ്പുറം ജില്ല എന്നല്ല പ്രദേശങ്ങളിൽ നിന്ന് എവിടെന്നെങ്കിലും മുസ്ലിം സമുദായത്തിന് ക്രിസ്ത്യന്മാരിൽ മതം മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒപ്പിടാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നിയത് വേറൊരു വിഷയമാണ്. ക്രിസ്ത്യൻ സമുദായത്തിന്റെ അതേ സുറിയാനിയാണ് മറ്റതും. അതും സുറിയാനി ഇതും സുറിയാനി. പക്ഷെ ഇതിലുള്ള അതിലില്ല, അതിലുള്ള ഇതിലില്ല. ഇവിടെ ഇന്ത്യയിൽ പ്രിന്റിംഗ് ഇല്ല. ലോകത്ത് 3 സ്ഥലത്തേ പ്രിന്റിംഗ് ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ കിട്ടി? അതാണ് എൻ്റെ ഇത്. ഏതായിരുന്നാലും ഒരു ചോദ്യം ചോദിക്കാം എന്നുള്ള വെച്ചുകൊണ്ട് മഹാനവരുടെ അടുത്ത് ഞാൻ ചോദിച്ച ഇതായിരുന്നു, ഉസ്താദെ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളതിന് എനിക്ക് മറുപടി കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള തീരുമാനം ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു. ചോദിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഉസ്താദ് ഇവിടെ 1.25 ലക്ഷം അമ്പ്യാക്കന്മാർ വന്നിട്ടുണ്ടല്ലേ? അതെ. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരുപാട് ഔലിയാക്കന്മാർ വന്നിട്ടുണ്ട്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരുപാട് അടിമകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ? അതെ. എന്നാൽ അവരൊക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു തീർന്നു അപ്പോ യഹോവ അടുത്ത് കൈ നീട്ടിയാൽ അതിന് അപ്പോ ഉത്തരം കൊടുക്കും. എന്നാൽ ഞാൻ നിങ്ങളെപ്പറ്റി കേട്ടിട്ടുണ്ട്, സംസുലമ 4-ാം വേദത്തിലെ ഏറ്റവും ഒരു ഉന്നതമായിട്ടുള്ള പണ്ഡിതനെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സംസുലമ എന്ന് പറഞ്ഞാൽ അറിയുന്നവർക്ക് അറിവും അറിയാത്തവർക്ക് അറിയില്ല. അത് പ്രകാശമാണ്, സൂര്യൻ. അങ്ങനെയുള്ള നിങ്ങളുടെ എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു മരണപ്പെട്ടുപോയ ഒരു മനുഷ്യന്റെ മൃതദേഹം കൊണ്ടുവന്ന് ഉസ്താദിന്റെ മുന്നിൽ ഞാൻ കിടത്തും. ഒരു മരണപ്പെട്ടുപോയ ഒരു മനുഷ്യന്റെ മൃതദേഹം കൊണ്ടുവന്ന് ഉസ്താദിന്റെ അടുത്ത് ഞാൻ കിടത്തും. ആ മൃതദേഹത്തിനെ കൊണ്ട് ഉസ്താദിനെ സംസാരിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം ഞാൻ അവിടെ വെച്ചപ്പോ മഹാനവറുകൾ ആ മൈക്കിന്റെ അടുത്ത് നിന്ന് പെട്ടെന്ന് ആ കസേരയിലിരിക്കുകയും 2 കൈയും ഇങ്ങനെ വെച്ച് തലയും കുനിഞ്ഞൊരു 10 മിനിറ്റ് നേരം ആ ഇരുത്തം അവിടെ ഇരിക്കുകയായിരുന്നു. ആ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എണീറ്റ് മൈക്കിന്റെ അടുത്ത് നിന്നുകൊണ്ട് പറഞ്ഞു, എവിടെയോ നിന്റെ മരണപ്പെട്ടു പോയ ആളുടെ മൃതദേഹം, അത് കൊണ്ടുവന്ന് എന്റെ മുന്നിൽ കിടത്താൻ അതിനെ കൊണ്ട് ഞാൻ സംസാരിക്കാൻ കഴിയുമോ ഇല്ലെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ആ പാടെ വെപ്രാളപ്പെട്ടു, വേദനപ്പെട്ടു. കാരണം അവിടുന്ന് രാത്രി 3:45 മണിക്ക് എവിടെന്നാ ഒരു മരിച്ചയാളുടെ മൃതദേഹം കിട്ടുക? അല്ലെങ്കിൽ ഒരുത്തനെ തല്ലിക്കൊന്ന് കൊണ്ടുവരണ്ടേ? അങ്ങനെ കൊണ്ടുവന്നാൽ തന്നെ ആ നേരത്തെ ഉസ്താദിനെ കൊണ്ട് സംസാരിപ്പിക്കാൻ കഴിയും എന്ന് എന്റെ മനസ്സിൽ തോന്നിയതാണ്. ഞാൻ പുറത്ത് പറഞ്ഞിട്ടില്ല. കാരണം ആ 10 മിനിറ്റ് നേരം ആ ഇരുത്തവും ആ കൈകെട്ടി ഇരുത്തം ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് യൂഹിക്കാൻ കഴിയും. മനസ്സിലാക്കണം. അത് ഞങ്ങൾ പരാജയപ്പെട്ടതാണ്. പിറ്റേ ദിവസം എറണാകുളത്ത് വെച്ച് എന്റെ നേതാക്കന്മാരുമായിട്ട് ഞാൻ ചോദ്യം ചെയ്തു.
കർത്തനാൾ ഹൗസിൽ കൂടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിനെപ്പറ്റി ചോദ്യം ചെയ്തു. ആ 4-ാം മേത്തിൽ പറഞ്ഞ പണ്ഡിതൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിച്ചോ പറഞ്ഞ് നിങ്ങളെ ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് ചോദിക്കണ്ടെന്ന് പറഞ്ഞു. അവര് പറയുന്നത് പ്രവർത്തിക്കണം. അതുകൊണ്ട് നിങ്ങളിപ്പോ ചോദിക്കണ്ട. നിങ്ങളെ 83 വത്തിക്കാനിലേക്ക് പോയി മാർപ്പാപ്പാനെ കണ്ടു വന്നു കഴിഞ്ഞതിന് ശേഷം മറുപടി തരാം. ഞങ്ങൾ അവിടെ അമർത്തി വെച്ചു. ഞാൻ അങ്ങനെ എന്റെ വീട്ടിൽ ചെന്നു. എന്റെ വീട്ടിൽ ചെന്നും കൊണ്ട് എന്റെ അടുത്തുണ്ട് പഴയ സുറിയാനി ഗ്രന്ഥവും സംസ്കൃതം അടുത്തുള്ള അതേമാതിരിയുള്ള പഴയതും. അത് ഇപ്പോഴും എന്റെ കൈവശമുണ്ട്. ഇപ്പോഴും എന്റെ ഇതിലായിരിക്കുന്നത്. അത് ഞാൻ പല സ്ഥലത്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. കാരണം ഇവര് നസ്രാണികൾ വന്ന് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ പെട്ടെന്ന് മടക്കാനുള്ള ഗ്രന്ഥം എന്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. അതാണ് മുണ്ടയ്ക്കൻ ധൈര്യത്തോടെ നടക്കുന്നത്. മനസ്സിലാക്കണം നിങ്ങളെ. പക്ഷേ എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എനിക്കൊരുപാട് എതിർപ്പുകളും ഭീഷണികളും എന്നെ കിട്ടിയ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. മഹാനായ ശൈഖുനാ ശംസുൽ ആ മഹാനവറുകൾ എനിക്ക് തന്ന ഒരു വരമാണത്. നിങ്ങൾ ധൈര്യത്തോടെ നടന്നോളി, ധൈര്യത്തോടെ പ്രവർത്തിച്ചോളി, നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ വാക്കിന്റെ ഇതിലാണ് ഞാൻ എന്റെ നടത്താം. മനസ്സിലാക്കണം. അതാണ് എന്റെ ഒരേ ഉദാഹരണം. അങ്ങനെ 83 ഞാൻ ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച് നോക്കിയിട്ട് 83 ഞാൻ വത്തിക്കാനിലേക്ക് പോയി. മാർപ്പാപ്പാനെ കണ്ടു. ഞാൻ മോതിരം മുത്താനൊന്നും പോയിട്ടില്ല. കാരണം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരുടെ സെക്രട്ടറി കർത്തനാൾ റോക്കിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് വന്നിട്ട് ഇവിടുന്ന് അമേരിക്കയിലും ഇസ്രായേലിലേക്കും പോകാനുള്ള 2 പെർമിറ്റ് എനിക്ക് തരിക. ആ 2 പെർമിറ്റ് എനിക്ക് തന്നാൽ മതി. എനിക്ക് 1 കൊല്ലത്തെ കോഴ്സ് വേണ്ടാന്ന് പറഞ്ഞു. എന്റെ കൂട്ടത്തിൽ അന്ന് 8 ഫാദർമാർ എന്റെ കൂടെ ഉണ്ട്, എന്റെ സുഹൃത്തുക്കൾ. അവരെയും കൊണ്ടാണ് ഞാൻ പോയത്. അങ്ങനെ അതിന് പെർമിറ്റ് തന്ന് ഞങ്ങളെ പ്ലെയിൻ ഗേറ്റ് വിട്ടു. അമേരിക്കയിൽ ചെന്ന് ഇറങ്ങി. അവിടെ ചെന്നിറങ്ങിയിട്ട് എന്നമാരി ഇസ്ലാമിലേക്ക് വന്ന ഒരു സുഹൃത്ത് അവിടെ ഉണ്ട്. കറുത്ത മനുഷ്യനാണ്, നീക്രോയാണ്, മോമാരിയക്കളെ ബാറ്റിങ്ങിന്റെ ലോക ചാമ്പ്യൻ, കോടീശ്വരനാണ്, അമേരിക്കൻ പൗരനാണ്. അവന്റെ അടുത്ത് ഞാൻ ചെന്നപ്പോ ഞങ്ങളെല്ലാം പിടിച്ചവിടെ ഇരുത്തി. എന്തുകൊണ്ട് എന്നെ കാണാൻ വന്നു? ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചു? ക്രിസ്ത്യൻ മതത്തിൽ എന്താ തെറ്റ് കണ്ടോ? അത് ഞങ്ങൾക്കറിയണം എന്ന് ചോദിച്ചോ. പറഞ്ഞു, ഞാൻ ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണം ലോക ചാമ്പ്യൻ എന്നുള്ള കിരീടവും വാങ്ങിച്ചുകൊണ്ട് അമേരിക്കയുടെ തലസ്ഥാനമായിട്ടുള്ള ന്യൂയോർക്കിൽ ചെന്ന് ഹോട്ടൽ റിച്ചലിൽ കയറി പേരൻ സപ്ലയറെ വിളിച്ചു. സപ്ലയർ വന്നു. അവൻ വെള്ളക്കാരൻ, അമേരിക്കൻ പൗരനാണ്. ഞാൻ അവന്റെ അടുത്ത് ചായ ചോദിച്ചു. അവൻ എന്റെ മുഖത്ത് നല്ലോണം നോക്കിയിട്ട് പറഞ്ഞു ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു. എന്നെ പുറത്തു പോകാൻ പറഞ്ഞു. ഞാൻ അവന്റെ അടുത്ത് ചിരിച്ചും കൊണ്ട് സ്നേഹത്തോടു കൂടി ചോദിച്ചു, പോയി ഞാൻ എന്തിനാ പുറത്തു പോവാ എന്ന് ചോദിച്ചപ്പോ പിന്നെ അവൻ കാല് മുതൽ തലവരെ നോക്കിയിട്ട് പറഞ്ഞു, ഐ യു ഗെറ്റ് ഔട്ട്. ഞാൻ അവന്റെ അടുത്ത് വളരെ ഗൗരവത്തോടു കൂടി ചോദിച്ചു, പോയി യു വയനാട്ട് പോയി എന്തിനാ ഞാൻ പുറത്തു പോവാ, കാര്യം പറ എന്ന് ചോദിച്ചപ്പോഴാണ് അവൻ പറഞ്ഞത്, ഇവിടെ കറുത്ത മനുഷ്യനെയും നായിനെയും ഞങ്ങൾ ഒരേ മാതിരിയാ കണക്കാക്കലേ, ഐ സേ യു ഗെറ്റ് ഔട്ട്, കേറ്റടി ആവശ്യം പറഞ്ഞ് എന്നെ പിടിച്ച് പുറത്താക്കി. ആ വിഷമത്തോടുകൂടി അതെല്ലാം വലിച്ചു ദൂരെ അറിഞ്ഞുകൊണ്ട് ഞാൻ ഓരോ രാജ്യത്തും ചെന്നു. ഓരോ മതത്തിലുള്ള പണ്ഡിതന്മാരെയും കണ്ടു. അവരെയൊക്കെ കണ്ട് അവരുടെ ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് മനസ്സിലായത്, ലോകത്ത് വെച്ച് കറുപ്പും വെളുപ്പും തരംതിരിക്കാത്ത ഒരു മതമുണ്ടെങ്കിൽ അത് അന്ത്യപ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ ഇസ്ലാം മതമാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇസ്ലാമിൽ വന്നതും എന്റെ സമ്പത്ത് മുഴുവതും വാരിയെറിഞ്ഞ് ഇസ്ലാമിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞപ്പോ വളരെ സമാധാനമായി. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങള് ഇസ്രായേലിലേക്ക് പോയത്. അവിടെ ചെന്നപ്പോ അതും ശരിയല്ല. മനസ്സിലാക്കണം, തൗറാത്താണ്, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ആൾക്കാരാണ്. അതാണ് യഹൂദി 71, നസറാക്കൾ 72, നമ്മൾ 73 സമുദായം എന്നുള്ള ഉദാഹരണം വെച്ചപ്പോ അത് എനിക്ക് മനസ്സിലായി, അത് ശരിയില്ല. അങ്ങനെ ഞങ്ങളാണ് ബൈത്തുൽ മുഖദ്ദസ് പള്ളിയിൽ പോയത്. ബൈത്തുൽ മുഖദ്ദസ് അവരുടെ ചെലവിൽ തന്നെ പോകണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുമ്പ് അതെനിക്ക് സാധിച്ചു. ഞാൻ അവിടെ ചെന്നു, ഞാനും എന്റെ സുഹൃത്തുക്കളും. അതിനുള്ള എല്ലാ കടലാസുമായിട്ടാണ് പോയത്. ഞങ്ങളതിന് പെർമിറ്റോടുകൂടി പോയി. എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്റെ സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പുള്ള ചരിത്രമാണത്. അവിടെ ചെന്നു. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ജിന്നുകളെല്ലാം കൂടി ചേർന്നുകൊണ്ട് 1 കൊല്ലം കൊണ്ട് പണി പൂർത്തിയാക്കിയ ഒരു പള്ളി. സക്കറിയ നബി അലൈഹി ഇസ്ലാമും മറിയം ബീവി കുട്ടിയായിരിക്കുന്ന സമയത്ത് കുടിയിരുന്ന ഒരു പള്ളി. മനസ്സിലാക്കണം, ആകാശം എന്ന പോലെ ഒരു പള്ളി. കാനൽ അകറിയാൽ ആസൽ ലുക്കൂതി അക്കറെ ആസൽ ലുക്കൂതി അത്ത. മനസ്സിലാക്കുക, അങ്ങനെയുള്ള ആ പള്ളി ഞങ്ങൾ കണ്ടു.
ഇവിടെ വന്ന 1,24,000 ചില്ലുവാനും അമ്പ്യാക്കന്മാരില് ഒരുപാട് നബിമാരുടെ കബർസ്ഥാനങ്ങൾ അവിടുന്ന് ഞങ്ങൾ കണ്ടു, പ്രാർത്ഥിച്ചു. അവിടുന്ന് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കബർസ്ഥാനം അവിടുന്ന് 10-40 അടി പാറയ്ക്ക് അപ്പുറത്താണ്. ആ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിൽ വന്നു. എന്റെ നാട്ടുകാർ അവസാനം ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി ഇനി ഞാൻ ഈ മതവുമായിട്ട് യാതൊരു എത്തില്ല, ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാൻ പോവാ എന്നുള്ള എന്റെ മനസ്സിലായി. ഞാൻ ഉറപ്പിച്ചു. എന്റെ സുഹൃത്തുക്കടുത്ത് ആഴത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. മനസ്സിലാക്കണം, എന്റെ നേതാക്കന്മാരുമായിട്ട് ഞാൻ വെല്ലുവിളിച്ചു. ഞാൻ ചോദിച്ചു, യേശുവിനെ കുരിശിൽ തറച്ചിട്ടുണ്ടോ? കുരിശിൽ തറച്ചതാണെന്ന് പറഞ്ഞു. ഇവിടെ ഒരുപാട് നബിമാരെ ചതിവിലും വഞ്ചനയിലും യഹൂദികളും മറ്റുള്ളവരും ഒക്കെ കൊന്നിട്ടുണ്ട്. സക്രിയാനി അലൈഹി ഇസ്ലാം വൈക്കൽ പള്ളിയിൽ നിന്ന് യഹൂദികളൊക്കെ വെട്ടിക്കൊണ്ട് ഓടുന്ന സമയത്ത് മിഹർദി മാസൽ മുസൂരി അക്കടെ ആറാ ഒരു മരം രണ്ടായിട്ട് വളർന്ന് അതിൻ്റെ അകത്ത് കയറി അദ്ദേഹത്തിന് വാള് കൊണ്ട് അർത്ഥം വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ നബിമാരെ ഒറ്റ ഒരെണ്ണത്തിന് ഇവിടെ ആണിയടിക്കാൻ കിട്ടിയിട്ടില്ല, ഇനി കിട്ടൂല, ഇനി കിട്ടാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് ഞാൻ പച്ചയ്ക്ക് വാദിച്ചപ്പോൾ പറഞ്ഞു, മുണ്ടക്കന് ഭ്രാന്താണ്, മുണ്ടക്കന് ഭ്രാന്താണെന്ന് പറഞ്ഞു. മുണ്ടക്കൻ ഇവിടെ നിന്ന് കൂടുതൽ പറഞ്ഞാൽ മുണ്ടക്കൻ ജീവനോടെ പോകില്ല. ഞാൻ പറഞ്ഞു, മുണ്ടക്കന്റെ കുടുംബത്തിൽ 22 അച്ഛന്മാരുണ്ട്, എന്റെ അനിയനടക്കം. അതിൽ ജോൺ മുണ്ടക്കൻ കുപ്പായം ഊരാന്ന് പറഞ്ഞ അപ്പൊ തന്നെ ആ കുപ്പായം ഊരി ആ ലോക ഊരി അവരുടെ മുന്നിലേക്ക് എറിഞ്ഞുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ ഞാൻ ക്ഷണിച്ചു. ഏതായിരുന്നാലും ഇവർ കൊല്ലും. എന്റെ സുഹൃത്തുക്കളെ ഞാൻ ക്ഷണിച്ചു. ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാൻ പോവാണ്. ആ മഹാനായ സംസലമ പറഞ്ഞ ആ വഴി കൂടെ നീങ്ങാൻ ഞാൻ തയ്യാറായിട്ട് പോവാണ്. എന്റെ കൂടെ വരാനുള്ളവരുണ്ടെങ്കിൽ എന്റെ കൂടെ വാ. വന്നാ പോരാ, സൂഹിക്കാനല്ല, കുന്നും മലയും മേടുമൊക്കെ കയറി ഇറങ്ങി നടന്ന് ഇവരുടെ പൊള്ളത്തരങ്ങൾ പറഞ്ഞു നടക്കാൻ തയ്യാറുള്ളവൻ എന്റെ കൂടെ വാ. അങ്ങനെ വന്നാൽ അവസാനം നമുക്ക് അവിടെ യഹോവ അടുത്ത് എന്തെങ്കിലും കിട്ടും, അള്ളാഹുവിന്റെ അടുത്ത്. അല്ല, ഇതിൽ സൂഹിക്കണമെന്ന് പറഞ്ഞാൽ ഇതിൽ കിടന്നോ, പക്ഷെ അവസാനം നിനക്ക് ഇടത്തോട്ടുള്ള വഴിയാ കിട്ടുക, ഏതാ നിങ്ങൾ തീരുമാനിക്കുക എന്ന് പറഞ്ഞ് ഞാൻ വെല്ലുവിളിച്ചപ്പോ 39 ഫാദർമാര് അപ്പ കുപ്പായം മൂടി. എന്റെ സഹോദരന്മാര് അന്ന് പേപ്പറിലൊക്കെ ഉണ്ടല്ലോ, 85 ഏപ്രിൽ 24-ാം തീയതി പൊന്നാണി മൗനത്തിൽ പോയിട്ട് ഞങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചു. എന്താ ഉദാഹരണം, എന്തടിസ്ഥാനമാണ്? ഞങ്ങൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ്. ഇത് മാറി നന്ദിയിൽ ചെന്നു. മഹാനായ ശൈഖ്ന സംസലമയുമായിട്ട് സംസാരിച്ച് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വരുമെന്ന് എനിക്കറിയാം, നമ്മളെ മാതിരിയല്ല സംസലമ. മഹാനവറുകൾ നമ്മളെപ്പോലെ അല്ല. നമുക്കൊരാളിനെ കണ്ടുവരുന്ന അവൻ ഇന്ന സൈസാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല. മഹാനായ സംസലമ അങ്ങനെയല്ല. സംസലമയ്ക്കൊരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ അവൻ അവിടെ നിന്ന് വരുന്ന സമയത്ത് കണ്ടാൽ അറിയാം അവൻ ഇന്ന സൈസാണ്, ഈ ഐറ്റമാണ്. ഇങ്ങോട്ട് എടുക്കാൻ പറ്റുമോ അല്ലെ എടുക്കാൻ പറ്റൂല്ലേ എന്നുള്ളത് സംസലമയ്ക്ക് തിരിയും, നമുക്ക് തിരിയില്ല. അതാണ് മഹാന്മാർ. മനസ്സിലാക്കുക. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ വന്നാ പോരാ, അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കാം. എനിക്ക് തന്ന നിർദ്ദേശം ആദ്യമായിട്ട്, അതായത് വന്നിട്ട് നിങ്ങൾ 68 കുടുംബം അങ്ങോട്ട് മാറ്റിയത് അവരെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഞാൻ പറഞ്ഞു, കൊണ്ടുവരാം ഉസ്താദെ, കൊണ്ടുവരാം. പറ്റൂലെന്ന് പറയാൻ പറ്റൂല ഉസ്താദിന്റെ അടുത്ത്. ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് പറഞ്ഞു. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ കൊണ്ടുവരും. ഞാൻ അങ്ങോട്ട് എടുത്തവരാണെങ്കിൽ ഞാൻ അവരെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും. ബുദ്ധിമുട്ടൊക്കെ ഞാൻ തരണം ചെയ്തോളാം, ഉസ്താദിന്റെ അനുഗ്രഹം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ധൈര്യത്തോടെ പ്രവർത്തിച്ചോളി, നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. എന്റെ സഹോദരന്മാരെ, ഞാൻ അങ്ങോട്ട് മാറ്റിയതാണ്. അങ്ങോട്ട് മാമൂദീസാമുക്ക് മാറ്റിയവനാണ്. പണം കൊടുത്തിട്ടും വീട് വെച്ച് കൊടുത്തിട്ടുമാണ് ആ പാവപ്പെട്ട മുസ്ലിങ്ങളെ ഞാൻ മതം മാറ്റിയെടുത്തിരുന്നത്. മനസ്സിലാക്കുക. അവനെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നു. എങ്ങനെ കൊണ്ടുവന്നു? പകൽ മുഴുവനും പള്ളിയിൽ താമസിക്കും. രാത്രി 2 മണി 3 മണിക്കൊക്കെയാണ് ഓരോ വീട്ടിലും കയറിയിട്ട് അവർക്ക് ക്ലാസ് എടുക്കല്. പകല് പോയി എന്നെ തട്ടും. അവിടെ ഉണ്ട് ധാരാളം ക്രിസ്ത്യൻസ്. മനസ്സിലാക്കണം. മുണ്ടക്കനായിട്ട് വെക്കില്ല, തല വേറെയും മറ്റേ വേറെയുമായിട്ട് കിടക്കും ഞാൻ. അപ്പൊ രാത്രി 2 മണിക്കൊക്കെ എന്റെ പോക്ക്. അങ്ങനെ 2-3 മാസം അതിനു വേണ്ടി വളരെ പ്രയാസപ്പെട്ടു, അതിന് പ്രവർത്തിച്ചു. ഈ 68-ൽ 65 എണ്ണത്തിന് തിരിച്ചു കൊണ്ടുവന്നു. ഞാൻ അങ്ങോട്ട് മാമൂദീസാമുക്കി അങ്ങോട്ടെടുത്ത് ഞാൻ തന്നെയാണ് രണ്ടാമത് സകാത്ത് കൽമ ചൊല്ലിക്കൊടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള കഴിവ് എനിക്ക് ഉണ്ടായത്. സംസലമ സന്തോഷപ്പെട്ടു. 3 കുടുംബം ഇപ്പോഴും വന്നിട്ടില്ല. അത് പറഞ്ഞു സംസലമ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, അയാത്തിലുള്ള കാലത്ത് അവര് വരില്ല എന്ന്.
ഫാദർ അലവി നമ്മുടെ ഇതിൽ വരൂല്ല എന്ന് പറഞ്ഞു. അത് ശരിയാണ്, വരൂല്ല. അങ്ങനെയായിരുന്നു. അങ്ങനെ എന്നിട്ട് നന്ദിയിൽ പിന്നെയും പോയി. ഞാൻ ഉസ്താദ് പറയുന്ന നിർദ്ദേശപ്രകാരം ഇടുക്കി ജില്ലയിൽ ഞങ്ങൾ പ്രവർത്തിച്ചു. അവിടെ കുറച്ച് ക്രിസ്ത്യാനികളെ കിട്ടി. ഹിന്ദു മതത്തിലുള്ള ഒരാൾ വന്നിട്ട് 40 ഹിന്ദു കുടുംബത്തിന് നമ്മുടെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു. ഇതെല്ലാം ഓരോ ഉദാഹരണങ്ങളാണ്. എന്റെ സഹോദരന്മാരെ, നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ വിചാരിക്കുന്ന മറ്റവരെ എന്താ വിചാരിക്കുക, ക്രിസ്ത്യൻസ് നമ്മളെ പള്ളിയൊക്കെ അച്ഛന്മാരുടെ പോയി തീർന്നാൽ നമ്മള് അതിന് മതം മാറിക്കഴിഞ്ഞു തീർന്ന അച്ഛന്മാര് നമ്മുടെ എന്ത് തെറ്റ് ചെയ്ത് തീർന്നാലും അത് പുറത്തു തരുമല്ലോ, നമ്മുടെ പാവമൊക്കെ എടുക്കുമല്ലോ അച്ഛൻ. ശരിയാണ്. പക്ഷെ അത് നമ്മുടെ മതത്തിൽ ഉണ്ടാവില്ല, നേരെ മറിച്ചാണ്. പക്ഷെ എന്നും മനസ്സിലാക്കണം. എന്റെ അടുത്ത് ചോദിച്ചു, ഇപ്പോഴും ചില കന്യാസ്ത്രീമാരും അച്ഛന്മാരും ചോദിക്കുന്നുണ്ട്. എന്നെ കാണുമ്പോ ഒന്ന് ചിരിക്കും, വളരെ പുച്ഛമായിട്ട് എന്നെ നോക്കുന്നത്. എന്താ, ഞാൻ അന്ന് കോട്ടിട്ട് നടന്ന മനുഷ്യൻ ഇന്ന് വന്നിട്ട് തൊപ്പിയിട്ട് ഇസ്ലാം മതം സ്വീകരിച്ച് നടക്കുന്നില്ല. എന്നെ കാണുമ്പോൾ അവർക്ക് വളരെ എനിക്കത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞാൻ അവരടുത്ത് ശരിക്കും അവരടുത്ത് പറയാറുണ്ട്, നിങ്ങളുടെ മതം പോലെയല്ല ഇസ്ലാം മതം. ഇസ്ലാം മതത്തില് താഴ്ന്നവനെന്നും ഉയർന്നവനെന്നൊന്നും ഇല്ല. ഏത് താഴ്ന്നവൻ ഇതിൽ വന്നു കഴിഞ്ഞാലും അവന് എല്ലാ പഴയ ആളുടെ അതേ സ്ഥാനം തന്നെയാണ്. ക്രിസ്ത്യൻ മതത്തിൽ ഒരുത്തൻ ആ മതം മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് കിട്ടുന്ന സ്ഥാനം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 50 കൊല്ലം കഴിഞ്ഞാൽ രാമന്റെ മകൻ ദേവസ്യയും ബലയും മത്തായി പുതുക്രിസ്ത്യാനി അവസ്ഥ ക്രിസ്ത്യൻസ് നോക്കി ഇസ്ലാമിലേക്ക് ക്രിസ്ത്യൻ മതത്തിലേക്ക് മതം മാറിയ ആള് അവന് പള്ളിയിൽ പ്രത്യേക സ്ഥലം, കോട്ടയം പാലയിലൊക്കെ ഉണ്ട്, അവന് പ്രത്യേക സ്ഥലം. മരിച്ചു കഴിഞ്ഞാൽ അവന് വേറെ സ്ഥലമാണ്. മരിച്ചു കഴിഞ്ഞാൽ 3 ഐറ്റമാണ്. ഒന്ന് പുതുക്രിസ്ത്യാനികൾക്ക്, രണ്ടാമത് പഴയ ആളുകൾക്ക് നടുക്ക്, മനസ്സിലാക്കണം, സ്വർഗത്തിലേക്ക് പോകുന്ന നടുക്ക്. മൂന്നാമത്തെ വിഷം കുടിച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്നവർക്കാണ് ഒന്ന്. അങ്ങനെ 3 ഐറ്റം പിടിച്ചിരിക്കുകയാണ്. മനസ്സിലാക്കുക. ഇതെല്ലാം പോകുന്ന ഒരു സ്ഥലത്താണെന്നുള്ള ചിന്ത അവനില്ല. ഒരു കാര്യത്തിൽ ഞാൻ കൈകാര്യം ചെയ്തവനുമാണ്. അതാണ് ഇതിന്റെ രീതികൾ. അങ്ങനെയുള്ള തത്വങ്ങളാണ് അവിടെ എടുക്കുന്നത്. പക്ഷെ ഞാൻ അതിനെപ്പറ്റി എല്ലാം ചർച്ച ചെയ്തവനാണ്, യഥാർത്ഥവനാണ്. മനസ്സിലാക്കുക. വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ പോയി തീർന്നാൽ നേരെ മറിച്ച് കാണാം. ഈ റോം എന്ന് പറയുന്ന സ്ഥലം, എന്റെ സഹോദരന്മാരെ, റോം എന്ന് പറയുന്ന വത്തിക്കാൻ ലോകം മുഴുവനുമുള്ള റോമൻ കത്തോലിക്കരുടെ 72 സമുദായം എന്ന് പറയുന്ന സുന്നികളെന്ന് അവകാശപ്പെടുന്ന റോമൻ കത്തോലിക്ക അതിന്റെ ലോക നേതാവ്, അവരുടെ ചെറിയ അള്ളാഹ് എന്ന് പറയുന്ന ചെറിയ ദൈവം മാർപ്പാപ്പ ഉണ്ടല്ലോ. ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്നത്, ഞങ്ങളെ കാലത്തുണ്ടായിരുന്നത് ജോൺ പോൾ II. അയാൾ മരണപ്പെട്ടു. പിന്നെ ഒരു 16-മൻ വന്നു. ആ 16-മൻ ഇടയ്ക്ക് വെച്ച് രാജിവെച്ചു. അയാൾ എന്തിനാ രാജിവെച്ചത്? അയാൾ ഇനി എപ്പോഴാ ഇസ്ലാമിലേക്ക് വരാൻ പോവുകയാണെന്ന് അറിയില്ല. കാരണം അയാൾ വന്നപ്പോ പഠിച്ചുകൊണ്ടിരിക്കുക ജർമ്മനിയിൽ, അയാളുടെ വീട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിനെ പറ്റി ആ മനുഷ്യൻ പഠിക്കുന്നുണ്ട്. അയാൾക്ക് നല്ല സ്റ്റഡി കൊടുത്തിട്ടുണ്ടായിരുന്നു മുഹമ്മദ് അലിയൊക്കെ പണ്ടേ. അയാൾ രാജിവെച്ചു. ഇതുവരേക്കും വന്നിട്ടുള്ള മാർപ്പാപ്പമാര്, ഒറ്റ മാർപ്പാപ്പമാര് ഇടയ്ക്ക് രാജിവെച്ച് പോയിട്ടില്ല. മരിച്ചു പിരിഞ്ഞിട്ടേ ഉള്ളൂ. ഇയാള് രാജിവെച്ചു പോയി. ഇപ്പൊ ഒരു 16-മൻ വന്നിട്ടുണ്ട്, ഫ്രാൻസിസ്. മനസ്സിലാക്കണം. ആ 16-മൻ ജർമ്മനിക്കാരൻ. അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുക. അതിന് ഒരുപാട് എതിർപ്പുകളുണ്ട്, മനസ്സിലാക്കണോ അദ്ദേഹത്തിന്. അയാൾ തരണം ചെയ്തിരിക്കുകയാണ്. അമേരിക്കയിലുള്ള ഒരു കർത്തനാളുണ്ട്. അമേരിക്കയിലുള്ള ഒരു കർത്തനാൾ, അയാൾ നമ്മുടെ ഇസ്ലാം മതം സ്വീകരിച്ചു. അമേരിക്കയിലുള്ള ഒരു കർത്തനാൾ നമ്മുടെ ഇസ്ലാം മതം സ്വീകരിച്ചു. കർത്തനാൾ എന്ന് പറഞ്ഞ ആരാ? ഈ ലോകം മുഴുവനുള്ള 266 കർത്തനാളന്മാരുണ്ട് കത്തോലിക്കരെ. അതിൽ നിന്ന് തേർന്നെടുക്കുന്നതാണ് മാർപ്പാപ്പ. അങ്ങനെയുള്ള ഒരു കർത്തനാളാണ് അമേരിക്കയിലുള്ള. ആ കർത്തനാൾ ഇസ്ലാം മതം സ്വീകരിച്ചതായിട്ട് മസ്കറ്റിൽ നിന്ന് എന്റെ ഒരു സുഹൃത്ത് അവിടെ നിന്ന് വിളിച്ച് എനിക്ക് പറഞ്ഞു, ദൈവം ഇസ്ലാം മതം സ്വീകരിച്ചു. മനസ്സിലാക്കണം നിങ്ങള്. അപ്പോ ഈ 16-മൻ എന്തുകൊണ്ട് വന്നൂടാ? കാരണം അതിന് വേറെ കാരണമുണ്ട്. അയാൾ രാജിവെച്ചതിന്. വത്തിക്കാൻ സിറ്റിയിൽ നിന്ന് 1/2 കിലോമീറ്ററിന് അകലെ 3000 പേർക്ക് ഒരേ ടൈമിൽ നിസ്കരിക്കാനുള്ള ഒരു പള്ളി, നമ്മുടെ പള്ളി അവിടെ ഉയർന്നിട്ടുണ്ട്.
വത്തിക്കാൻ സിറ്റി എന്ന് പറഞ്ഞാൽ റോമിൽ ഇറ്റലിയുടെ ഒരു ഭാവം. അതായത് സാധാരണ നമ്മൾ കണക്കെടുത്ത മലപ്പുറം ജില്ലയുടെ അത്ര ഇല്ല. അങ്ങനെയുള്ള ഒരു ചെറിയ രാജ്യം, ക്രിസ്ത്യൻസിന്റെ ഉരുക്കുകോട്ട, ലോകമുള്ള ക്രിസ്ത്യൻസിന്റെ കത്തോലിക്കരുടെ ചെറിയ ദൈവം ഇരിക്കുന്ന സ്ഥലമാണ് വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ഹാൾ. ആ സ്ഥലത്താണ് ഞാൻ 83 ഞങ്ങൾ ആ കോഴ്സിന് പോയപ്പോ ഞങ്ങൾ കണ്ടതാണ്. അന്നത്തെ കാലത്ത് ഫൈസൽ രാജാവ് അവിടെ വന്നപ്പോ അന്നുണ്ടായിരുന്ന ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പ പറഞ്ഞു, ഞങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലെ ഞങ്ങളുടെ ക്രിസ്ത്യൻ സമുദായങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ദൈവത്തിന് ആരാധിക്കാൻ ഒരു സ്ഥലം ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് അദ്ദേഹം സമ്മതിച്ചു. എന്നാൽ ഞങ്ങളുടെ വത്തിക്കാൻ സിറ്റി, ഈ വത്തിക്കാൻ സിറ്റിയിൽ ഞങ്ങളുടെ മുസ്ലിം സമുദായം വന്നാൽ ഞങ്ങൾക്ക് അള്ളാഹുവിന് വിവാഹത്തെടുക്കാൻ ഒരു പള്ളി പണിയാൻ സ്ഥലം തരണമെന്ന് പറഞ്ഞു, കൊടുക്കാമെന്ന് പറഞ്ഞ് സമ്മതിച്ചു. 1962 കരാർ ഒപ്പന്തം ചെയ്ത് ആ സ്ഥലം കൊടുത്തതാണ്. വത്തിക്കാൻ സിറ്റിയിൽ നിന്ന് സെന്റ് പീറ്റേഴ്സ് ഹാളിൽ നിന്ന് 1/2 കിലോമീറ്റർ അകലെ ഒരു പുഴയുടെ സൈഡില് ആണ് സ്ഥലം. അവിടെ ഒരു പള്ളി പണത്തിലുണ്ട്. രാജാക്കന്മാര് പണം വാരി എറിഞ്ഞിട്ട് വലിയൊരു പള്ളി, മനസ്സിലാക്കണം. ആ പള്ളിയിൽ 5 ഓത്ത് ഇവിടെ ജമാഅത്തായിട്ട് ഇപ്പൊ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾ കണ്ടതാണ്. ആ ക്രിസ്ത്യൻസിന്റെ ഉരുക്ക് കോട്ടയില് എങ്ങനെയാ ഈ മുസ്ലിങ്ങൾ അവിടെ ഉണ്ടായത്? എന്റെ സഹോദരന്മാരെ, വലിയ കോടീശ്വരന്മാരൊക്കെ ഇസ്ലാമിന് വന്നതാണ്. അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. പഠിച്ച് മനസ്സിലാക്കിയിട്ട് വന്നുകൊണ്ട് അവിടെ പ്രവർത്തിക്കാൻ, ഇസ്ലാമിന് വന്ന ആൾക്കാർ തന്നെ അവിടെ പ്രവർത്തിക്കാൻ, എക്കളെ പോലുള്ള പല ആൾക്കാരും അവിടെ ഇസ്ലാമിൽ വന്നവര് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, മനസ്സിലാക്കണം. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ യഥാർത്ഥ മതം ഇസ്ലാം മതമാണ്. അതിൽ തിരിവും മരവും ഒന്നുമില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി വരുന്നവരാണ്, മനസ്സിലാക്കി വന്നും കൊണ്ടിരിക്കുകയാണ്. അതിന് അവരുടെ പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്, മനസ്സിലാക്കണം നിങ്ങൾ. ഇതൊക്കെ ഓരോരുത്തരും മനസ്സിലാക്കിയ നല്ല രീതിയിൽ കൂടെയാണ്. ഞങ്ങളതെല്ലാം മനസ്സിലാക്കി. ഒരുപാട് കാര്യങ്ങളിലെ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏതിലെ? ആ മതത്തിലുള്ളപ്പോ. അല്ലെങ്കിൽ വിട്ടിത്തനമല്ലേ, ഒരുത്തന്റെ പാവം പുറത്തു കൊടുക്കാൻ കഴിയുമോ? എന്താ നിങ്ങൾ പറയുന്നത്? ഞാന് അച്ഛനായിരിക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഞാൻ പാവം പുറത്തു കൊടുത്തില്ലേ? അവന് ഒരുത്തന് അടിച്ചു കൊന്നിട്ട് വന്നു, അല്ലെങ്കിൽ ഒരു വെണ്ണ പിടിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടി, എന്നിട്ട് വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പറയുക, അച്ഛാ എനിക്ക് കുമ്പസാരിക്കണം. അവൻ എല്ലാതും നമ്മൾ തുറന്നു പറയും. പക്ഷെ ഈ കുമ്പസാര രഹസ്യം അച്ഛൻ വേറെ ആരുടെ പറയാൻ പാടില്ല. കുമ്പസാരിച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ എല്ലാവരും ഞായറാഴ്ച നോക്കി എല്ലാവരും വരും, കുറച്ച് ആൾക്കാരുടെ കുമ്പസാരിക്കാം, പാവം ചെയ്തവരൊക്കെ. അപ്പൊ അറിയാം എത്ര പേര് പാവം ചെയ്യിച്ചുണ്ടെന്ന്. വന്നു കഴിഞ്ഞ് പറഞ്ഞാൽ എന്താ കുമ്പസാരിക്കുക. കുമ്പസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാം ഞങ്ങൾ ഏറ്റെടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം എന്താ ചെയ്യുക? ഈ ഗോതമ്പിന്റെ പൊടി കൊണ്ട് കുറച്ച് അപ്പം ചുടും, വെള്ളത്തിൽ നനച്ചിട്ട് കുറച്ച് അപ്പം ചുടുക. പപ്പടത്തിന്റെ അതേ കനത്തില് ഇത്ര നീളത്തിൽ കത്രി കൊണ്ട് നുറുക്കി ഒരു കോപ്പയിൽ വെക്കും. ഒരു കോപ്പയിൽ മുന്തിരിയുടെ നീര് വീഞ്ഞൊഴിച്ച് വെക്കുക, മനസ്സിലാക്കണം. എന്നിട്ട് ആ കുർബാന കഴിഞ്ഞൊരു പ്രാർത്ഥന ഉണ്ട്. പ്രാർത്ഥനയും കഴിഞ്ഞ് തീർന്നാൽ ഈ പാവം ചെയ്ത ആണും പെണ്ണും ഇങ്ങനെ ലൈനായിട്ട് വന്നിരിക്കും. ഒരു കഷ്ണം അപ്പം എടുക്കുക, വീഞ്ഞിൽ മുക്കുക, ഓരോരുത്തരും തൊള്ള പൊടിക്കുക, അവന്റെ വായിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ ആ പാവം അവരുടെ തലയിൽ നിന്ന് പോകണ്ടേ? അതിന് ബാക്കിയുള്ള അപ്പം മുഴുവതും പൊടിച്ച് ആ വീഞ്ഞിലിട്ട് കൊണ്ട് കലക്കി ഞങ്ങളിങ്ങനെ കുടിക്കും. ആര്? റൂമാരുടെ പാവം മുഴുവൻ ഞങ്ങൾ അച്ഛൻ കുടിക്കുക, മനസ്സിലാക്കുക. അവൻ ശുദ്ധിയായി, മറ്റവന്റെ പാവമൊക്കെ ഞങ്ങളുടെ തലയിൽ. അപ്പൊ നിങ്ങൾ ചോദിക്കാം, അപ്പൊ പാവമൊക്കെ നിങ്ങളെങ്ങനെ എന്താ ചെയ്യാന്ന്? എന്റെ കയ്യിലും ഉണ്ടാവില്ല. ഞങ്ങളെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങള് ഈ പാവവും ചുവന്ന് നടക്കും. 5 കൊല്ലത്തിനൊരിക്കൽ മാർപ്പാപ്പാനെ കാണാൻ വത്തിക്കാനിൽ പോകണം. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് മാർപ്പാപ്പടുത്ത് ചെന്നിട്ട് ആ കൈയിന്റെ മോതിരം മുത്തി കഴിഞ്ഞാൽ മൂപ്പര് നമ്മുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ തലയിലുള്ള പാവമൊക്കെ മൂപ്പരുടെ അടുത്ത് പോവും, ഞങ്ങൾ ഒഴിവായി. ശുദ്ധീകരമായിട്ടുള്ള കാര്യം മനസ്സിലാക്കാൻ. ഇത് ഒരുപാട് ചെയ്തവനാണ്, ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണോ? നമ്മുടെ ഇതിൽ ഒരു വിശ്വാസമില്ലേ? നമുക്ക് എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ ചെയ്തു തന്നാൽ യഹോവ അള്ളാഹുവിന്റെ അടുത്ത് പറയുക, അത് നേരെയാക്കി തരുന്നത് തരാതിരിക്കുന്ന അള്ളാഹുവാണ്. അല്ലാതെ പള്ളിയിലച്ഛൻ പോയിട്ടില്ല. അവിടുത്തെ ഉസ്താദ് പള്ളിയിലെ കത്തീപ്പ് നമ്മുടെ കാര്യമാണ്. അവിടെ പോവുക, ചെന്നിട്ട് എങ്ങനെയൊക്കെ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ഞാൻ ഒരു ദിവസം നമുക്കൊരു ഉസ്താദുണ്ട്, നമ്മുടെ ആദ്യം നന്ദിയിലുണ്ടായിരുന്ന വൈസ് പ്രിൻസിപ്പാള്, പിന്നെ പ്രിൻസിപ്പാള്, ഇപ്പൊ ജമാനിയ കോളേജിലുണ്ട്, ശിബിരി മുത്തുക്കോയ തങ്ങള്. നമ്മുടെ കാസർഗോഡ് സൈഡിലൊക്കെ കുറച്ച് പള്ളിയുടെ കാര്യം കൂടിയാണ്, മേക്കാട്ടി. അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ഒരു ദിവസം പോയി പറഞ്ഞു, ഉസ്താദെ ഞാൻ എന്തെങ്കിലുമൊക്കെ തെറ്റോ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ
എനിക്ക് പുറത്തു തരണമെന്ന് പറഞ്ഞു. അതാ പണ്ട് മറ്റേല നിങ്ങൾ പുറത്തു കൊടുത്തത്, ഇതിലൊന്നും പൊറുക്കാനും പിടിക്കാനൊന്നും പറ്റില്ല. അത് അൽമാവിൻ്റെ അടുത്ത് പറയണ അഭിപ്രായക്കാരനോ. എങ്ങനെയുണ്ട്? ഇതാണ് ശരി. എന്റെ സുഹൃത്തുക്കളെ, നിങ്ങളത്തെ എനിക്ക് ഉണർത്താനുള്ള ഇതാണ്. ഞങ്ങൾ മാത്രമല്ല ഇസ്ലാമിൽ വന്നത്, വേറെയും വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കൊണ്ടുവന്നു, മനസ്സിലായ. എനിക്കൊരു വാശിയുണ്ടായിരുന്നു ക്രിസ്ത്യൻസിൽ നിന്നുള്ള തലക്കെട്ടിലുള്ളവരെയൊക്കെ കൊണ്ടുവരണമെന്ന്. ഞാൻ കൊണ്ടുവന്നു. കന്യകമാരുണ്ടായില്ല, കന്യാസ്ത്രീമാര്. വയനാട്ടിൽ 2 കന്യാസ്ത്രീമാരെ ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞു. ഇനി അടുത്ത തന്നെ 2-3 കന്യാസ്ത്രീമാർക്ക് ക്ലാസ് ക്ലിയർ ചെയ്യുന്നുണ്ട്. മനസ്സിലാക്കണം. അടുത്ത പ്രാവശ്യം കാസർഗോഡ് വരുമ്പോൾ നിങ്ങൾക്ക് ഞാനത് ഉണർത്തിത്തരും. ഇവിടെ വരും. ഞാനിവിടെ 6ാമത്തെ പ്രാവശ്യമാണ് ഈ കാസർഗോഡ് വന്നിട്ട് പല കോളേജുകളിലും ഞാൻ ക്ലാസ് എടുക്കുന്നത്. മനസ്സിലാക്കുക. അപ്പൊ എന്താ ഇതിന്റെ ഐറ്റം, എന്താ ഇതിന്റെ ഉദാഹരണം? തെറ്റായിട്ടും ആ തെറ്റ് തിരുത്താനും ഒന്നും അവർ തയ്യാറാവില്ല. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക ക്രിസ്ത്യൻസിന്റെ ഓരോ ഐറ്റങ്ങൾ. ഇതാരാ എനിക്ക് തന്ന നിർദ്ദേശം? മഹാനായ ശൈഖ്ന സംസലമ. ആ സംസലമ മഹാനവർകളെ ഞാൻ കാണുന്നുണ്ട്, സ്വപ്നത്തിലും കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. മാത്രമല്ല 2 പ്രാവശ്യം ഞാൻ കണ്ടിട്ടുമുണ്ട്. ഞാൻ ദിവസം അദ്ദേഹത്തിന്റെ പേരിൽ പാത്യ പോകാതെ എവിടെയും പോവില്ല. സംസലമയുടെ പേരിൽ എനിക്കാരെയും പേടിയില്ല. എന്നെ കൊല്ലണമെന്നും പറഞ്ഞ് ക്രിസ്ത്യൻസ് നടന്നു. മനസ്സിലാക്കണം. ഇത് എന്റെ കഴിവല്ല, അത് മഹാനായ ശൈഖ്ന സംസലമയുടെ കഴിവാണ്. എന്നെ കൊല്ലണമെന്ന് പറഞ്ഞിട്ട് മുക്കം കൂടലിഞ്ഞ് പോയപ്പോഴാണ് പറഞ്ഞു, മുണ്ടക്കനെ കിട്ടിയാൽ തട്ടണമെന്ന് നസ്രാണികൾ അവർ പ്ലാൻ ഇട്ടിരുന്നു. അച്ഛനും അവിടെ ചെന്നിട്ട് എന്റെ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ റോട്ടിൽ ഇറങ്ങിയിട്ട് ചായയും കുടിച്ച്, ഞാൻ അവിടെ നിന്ന് പള്ളിക്ക് നിന്ന് ചായയും കുടിച്ചിട്ട് അവിടെ പോയിട്ട് സിഗരറ്റും മാറ്റി വലിച്ചിങ്ങനെ നിൽക്കുക. എന്നെ കൊല്ലണമെന്ന് പറഞ്ഞ പട്ടികളാ. ഒരു 3-4 ചേട്ടന്മാര് എന്റെ അടുത്ത് വന്നു. അല്ല മൂല്യരെ, നിങ്ങളുടെ മതത്തില് ഒരു മുണ്ടക്കൻ എന്ന് പറഞ്ഞിട്ട് ഒരാള് മതം മാറിയിട്ടുണ്ട് വന്നല്ലോ, ഒരു പള്ളിയിലച്ഛൻ. അയാളിനെ അറിയുമെന്ന് ചോദിച്ചു. എന്റെ അടുത്ത് അവന് ചോദിക്കുന്നത്, എന്നെ കൊല്ലാൻ നടക്കുന്നവരാ. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, നിങ്ങൾ പോയി തെരഞ്ഞു പിടിക്കുകയെന്ന് പറഞ്ഞു. മനസ്സിലാക്കണം. ഇത് എന്റെ കഴിവല്ല, സംസലമയുടെ കഴിവാണ്, മഹാനവറുകളുടെ കഴിവാ. എനിക്ക് തന്ന ഒരിതാണ്. ഞാൻ 2-3 മാസത്തിനൊരിക്കൽ ആ മക്കാമിൽ പോയിട്ട് നിലവിളിക്കുന്നു. അവിടെ ഇരുന്ന് എന്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. അവിടുന്ന് ആ രീതിയിൽ കൂടെ ഞാൻ ഓരോ സ്ഥലത്തും ചെന്ന് പ്രവർത്തിക്കുന്നു. അതെനിക്ക് വിജയിക്കല്ലാതെ പരാജയമില്ല. എനിക്ക് ജീവനുള്ള കാലം വരെ അത് ഞാൻ ചെയ്യും. മനസ്സിലാക്കണം. ഇന്നും ക്രിസ്ത്യൻസിന് വന്നിട്ട് എന്റെ കാര്യത്തിൽ, നമ്മുടെ സമുദായത്തിൽ വന്ന് എന്തെങ്കിലും കാര്യം പറഞ്ഞു വന്നാൽ അവർ വാദിക്കാനും എടുക്കാനുമുള്ള ആ പഴയ സുറിയാനി ഗ്രന്ഥം ഇപ്പോഴും നിലവിൽ എന്റെ കൈവശമുണ്ട്. കോടികൾ തരാമെന്ന് പറഞ്ഞു. എന്റെ അടുത്ത് പഴയ സുറിയാനി ഗ്രന്ഥം അവർ കൊടുത്ത കോടികൾ എനിക്ക് തരാമെന്ന് പറഞ്ഞു. അതെനിക്ക് ഇവിടെ ആവശ്യമില്ല. ഞാൻ ഇന്നോ നാളെ മരിച്ചു പോകുന്ന ആളാണ്. അവിടെ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കുക. അല്ല, അവരുടെ കോടിയല്ല വേണ്ടത്. ആ ഗ്രന്ഥം ഞാൻ കൊടുക്കില്ല. ഞാനിപ്പോ ചില ഉസ്താദന്മാർക്ക് ഞാനത് ക്ലാസ് ക്ലിയർ, സുറിയാനി പോയിന്റുകൾ ക്ലിയർ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ ചെയ്യും. മനസ്സിലാക്കണം. ഇതാണ് ഇതിന്റെ ഉദാഹരണങ്ങൾ. ഞാൻ ഇതേ കാസർഗോഡ് പലയിടത്തും വന്നിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നു, പ്രസംഗിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം മഞ്ചേശ്വരത്ത് പോയി, ചേട്ടൻചാല് കോളേജിൽ പോയി, പലയിടത്തും പോയി. എന്താ ഒറ്റയ്ക്കായ എന്റെ വരവ്? ഞാൻ അങ്ങനെ നാടൻ കാക്കയുടെ കൂട്ടി ഇങ്ങനെ കയറി വരും വണ്ടിക്ക്, അങ്ങനെ പോവുകയും ചെയ്യും. മനസ്സിലാക്കുക. ഒരു കാര്യത്തിൽ ഒരു പേടിയില്ല എനിക്ക്. കാരണം സംസലമേന്റെ പേരിൽ ദ്വാർന്നിട്ട് ഇറങ്ങിയാൽ എനിക്ക് വിജയമില്ല, പരാജയമില്ല. എന്റെ സഹോദരന്മാരെ, ഒരുപാട് ആളുകൾക്ക് സ്വർഗത്തിന് വഴി കാണിച്ചു കൊടുത്തവനാണ് മുണ്ടക്കൻ ഇബ്രാഹിം. അത് പറയും, അതായത് പാവം പുറത്തു കൊടുത്തു. അതാദ്യം ഞാൻ പറഞ്ഞു, അതിന്റെ ഉദാഹരണങ്ങളും പറഞ്ഞു. പിന്നെ സ്വർഗത്തിലേക്ക് മരിക്കാൻ കിടക്കുന്ന ആളിന് സ്വർഗത്തിലേക്ക് വഴി കാണിച്ചു കൊടുത്തവനും ഞാൻ തന്നെയാണ്. മനസ്സിലാക്കുക. 10-12 കൊല്ലം അത് ഞാൻ ചെയ്തവനാണ്. അപ്പൊ ഈ സ്വർഗത്തിലേക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത് പള്ളിയിലച്ഛനാണ്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ മരിച്ചു കഴിഞ്ഞ് വരുന്ന അവിടെ നരകവും സ്വർഗവും തിരിക്കുന്ന അള്ളാഹാണ്, അല്ലേ? പക്ഷെ അതല്ല. സ്വർഗത്തിലേക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന പള്ളിയിലച്ഛനാണ്. ഞാൻ ഒരുപാട് പേര് സ്വർഗത്തിലേക്ക് വഴി കാണിച്ചു വിട്ടിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. കാരണം ഞാൻ പറയാം, എന്റെ അനുഭവമാണത്. 12 കൊല്ലം ഞാൻ ആ പണിയെടുത്തു.
ഞാൻ എങ്ങനെയാ സ്വർഗത്തിലേക്ക് വഴി കാണിച്ചു കൊടുക്കുക? ഒരു മനുഷ്യൻ സുഖമില്ലാതെ കിടക്കുന്നു, വളരെ അവസ്ഥയിൽ കിടക്കുക, അവൻ ഇന്ന് മരണപ്പെടുമല്ല നാളെ തീർന്നു പോകുമെന്ന് പറഞ്ഞ് വളരെ അവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് പള്ളിയിൽ അച്ഛനെ കൊണ്ടുപോവാ. അച്ഛനെ ചെന്ന് തീർന്ന അച്ഛൻ അവനെ ചെന്ന് കണ്ട് അവന്റെ തലയിൽ കുറച്ച് വെള്ളമൊക്കെ തെളിച്ച് ആ ആശീർവാദമൊക്കെ കൊടുത്ത് അവന്റെ ആ തലയ്ക്ക് ചുവട്ടിൽ അവിടെ ഇരുന്നും കൊണ്ട് ബൈബിളൊക്കെ എടുത്തൊന്ന് പ്രാർത്ഥിച്ച് അതിനുശേഷം അവന്റെ ചുവട്ടിലിരുന്ന് ചൊല്ലിക്കൊടുക്കുക, സ്വർഗത്തിന്റെ വഴി ചൊല്ലി പറഞ്ഞു കൊടുക്കുക. കാരണം അച്ഛനെ അറിയുള്ളൂ വഴി, വേറെ ഒരുത്തർക്കും അറിയില്ല കേട്ടോ. അച്ഛൻ വഴി എന്താ വഴി? ലാദൽ ലുഹുറിയ ലുഹൂസി ലാദൽ മകുറു ലാഹ അകറ ഈസൽ ദുഹാര യഹോവ. ലാസ്റ്റിൽ അള്ളാന്ന് അങ്ങോട്ട് കൊണ്ട് തീർക്കുക. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള പദം യഹോവാന്റെ കൊണ്ടുവന്ന് തീർക്കുകയാണ് അള്ളാന്ന്. മനസ്സിലാക്കണം നിങ്ങളെ. അത് ചൊല്ലി കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 500 മുതൽ 5000 വരെ കിട്ടും. അത് മാറ്റി കീഴ്ത്തിയിലിട്ട് ഞങ്ങളിങ്ങോട്ട് പോരും. മനസ്സിലാക്കുക. എന്നിട്ട് അവനോ അപ്പം മരണപ്പെട്ടില്ല, അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞിട്ട് മരിച്ചു കഴിഞ്ഞാലും പിന്നെ അന്തികൂതാശ കൊടുക്കണ്ട. അന്ന് മരിക്കാതെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് അവൻ മരിച്ചു കഴിഞ്ഞാലും അവൻ അന്തികൂതാശ കൊടുക്കണ്ട. അവൻ മരിച്ചു കഴിഞ്ഞ് തീർന്ന അച്ഛൻ പറഞ്ഞ വഴിയുണ്ടല്ലോ, ആ വഴിയിൽ കൂടെ നേരെ പോയാൽ മതി. അവന് ഓർമ്മ ഉണ്ടല്ലോ, ആ വഴിയിൽ കൂടെ പോയി തീർന്ന ഒരു പുഴയും കിടക്കണ്ട, ഒരു പാലവും കയറണ്ട, നേരിട്ട് പോയി തീർന്നാൽ ആ സ്വർഗത്തിന്റെ വാതൊക്കെ അവിടെ ചെന്ന് മുട്ടും, അവിടെ കിടക്കുക. എന്നിട്ട് അത് തുറക്കുമ്പോൾ അങ്ങോട്ട് ചാടിയാൽ മതി. എളുപ്പ പണിയാണ്. അതാണ് അച്ഛന്മാർ പറഞ്ഞ സ്വർഗത്തിന്റെ വഴി. ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തു. എന്റെ സഹോദരന്മാരെ, ഒരുപാട് പേർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തവനാണ് മുണ്ടക്കൻ ഇബ്രാഹിം. പോയവന്റെയൊക്കെ സ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല, അള്ളാഹു ആയാലും മനസ്സിലാക്കുക. ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അങ്ങനെയുള്ള തെറ്റായിട്ടുള്ള അടിസ്ഥാനത്തിൽ കൂടിയാണ് ഓരോരുത്തരും നീങ്ങാണ്. നമ്മുടെ ഇതിൽ നിന്ന് ചിലവർ അങ്ങോട്ട് പോയിട്ടുണ്ട്, ഇതിൽ നിന്ന് ചിലവർ അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്തിനാ? പണത്തിന് വേണ്ടി. ആത്മാർത്ഥമായിട്ട് പോയവരല്ല, പണത്തിന് വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഇതിലേക്ക് വരുന്നവർ എല്ലാവരും പണത്തിന് വേണ്ടി മാത്രമല്ല, ആത്മാർത്ഥമായിട്ട് വരുന്നവർ ധാരാളമുണ്ട്. അതാണ് അതിന്റെ രീതി, അതിന്റെ അടിസ്ഥാനമാണ്. മഹാനായ ശൈഖുനാ സംസലമ ഇവിടെ എന്താ ഞങ്ങൾക്ക് തന്ന നിർദ്ദേശം? നന്ദി ഞങ്ങൾക്ക് തന്ന നിർദ്ദേശമാണത്. നിങ്ങൾ ഒരു സ്ഥലത്ത് പോയിട്ട് ക്ലാസ് എടുക്കുമ്പോഴോ പ്രസംഗിക്കുമ്പോഴോ മനസ്സിലാക്കണം, ഞങ്ങൾക്ക് വല്ലതും തന്ന് സഹായിക്കാൻ വന്നവരാണ് എന്ന് പറയരുത്. നമ്മുടെ മതത്തില് യാചനയില്ല. നിങ്ങൾ ചെന്ന് ക്ലാസ് എടുക്കുക, പ്രസംഗിക്കുക, ഉസ്താദന്മാർ അതിന്റെ രീതികൾ ചെയ്യും. ഒരാൾ തന്നാ വാങ്ങിക്കുക, താന്ന് ചോദിച്ച് നടക്കരുത്. നിർദ്ദേശം തന്നു, മനസ്സിലാക്കണം. പക്ഷെ അതല്ല ക്രിസ്ത്യൻ മതത്തില്. കാരണം അമേരിക്കയിലും പോളണ്ടിലും ഫ്രാൻസിലും വത്തിക്കാനിലും അതേമാതിരി വന്നിട്ട് മോസ്കോയിലും പല രാജ്യത്ത് വരുന്ന ഇഷ്ടംപോലെ പണങ്ങൾ സെന്റ് വിൻസെന്റ് ഇപ്പോൾ അടിസ്ഥാനത്തിലും സോഷ്യൽ സർവീസ് ഫണ്ടിന്റെ രീതിയിലും ഇഷ്ടംപോലെ പണം വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അവിടെ ഏതെല്ലാം ഫണ്ടിൽ ഏതെല്ലാം സ്ഥലത്തുനിന്ന് പണം വരുന്നതെന്നുള്ളത് എനിക്കറിയാം, മനസ്സിലാക്കണം. ആ പണം വെച്ചുകൊണ്ടാണ് ഇവര് വാരി എറിഞ്ഞും കൊണ്ട് മറ്റുള്ളവരെ പണം കൊണ്ട് വളച്ച് ഇങ്ങോട്ട് എടുക്കുക. അതിലാള് കൂടാന് നടക്കുന്ന കാര്യമല്ല, ഇപ്പം നടക്കുന്നില്ല. കൂടുതലും നിങ്ങളെയും കുറ്റം പറഞ്ഞ് നടക്കുന്ന അവന് ഇറങ്ങിയാ തട്ടും. അതിന് 4 പേരാണ് അവന് ബോഡിഗാർഡ്. പക്ഷെ മുണ്ടക്കൻ ഇബ്രാഹിംക്കാരാ ബോഡിഗാർഡ് ആരുമില്ല. മുണ്ടക്കൻ ഇബ്രാഹിം എവിടെ പോയി തീർന്നാലും മഹാനായ ശൈഖുനാ സംസലമേനെ വിചാരിച്ചു. അങ്ങനെ അവിടെ മുദ്രിസായിട്ടിരിക്കുന്ന കാലത്ത്, ആ കാലത്ത് മതം മാറിയ ഒരു ഫാദർ അവിടെ വന്നിട്ട് ഉസ്താദിന്റെ അടുത്ത് പറഞ്ഞു, ഉസ്താദെ എനിക്ക് അറബി പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഉസ്താദ് അറബി പഠിപ്പിച്ചു കൊടുത്തവന്. അവൻ സുറിയാനി പഠിപ്പിച്ചു കൊടുത്ത്. ആർക്ക്? മഹാനവറുകൾക്ക്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിച്ചു കൊടുത്ത് കുറച്ചു കാലം കഴിഞ്ഞ് പോകുമ്പോ ഒരു പഴയ സുറിയാനി ഗ്രന്ഥം ഉണ്ടായിരുന്നു, അത് ഉസ്താദിനെ ഏൽപ്പിച്ചു പോയെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അറിവ്. മനസ്സിലാക്കണം, നമ്മളെ മാതിരിയല്ല. അദ്ദേഹത്തിനൊക്കെ കുറച്ച് കിട്ടിയാൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും ക്ലിയറാണ്. അതാണ് മഹാനായ ശൈഖുനാ സംസലമ. നിങ്ങൾ നോക്കി, സുറിയാനി വരെ പഠിച്ചതാണ് വേറെ ഒരാളുടെ അടുത്ത്. പക്ഷെ അദ്ദേഹത്തിന്റെ അടുത്ത് ഏത് ചോദ്യങ്ങൾ ചോദിച്ചു തീർന്നാലും ഗ്രന്ഥമെടുത്തൊന്നും മറുപടി പറയില്ല. അങ്ങനെ പറഞ്ഞോളൂ, അങ്ങോട്ട് പറഞ്ഞു തരും. അതാണ് അതിന്റെ ഉദാഹരണം. അതാണ് മഹാന്മാർ. അങ്ങനെയുള്ള മഹാന്മാരുടെ കീഴിലാണ് നമ്മൾ പോക്ക്. അത് പോയിക്കൊണ്ടിരിക്കും, അതിന് പ്രവർത്തിക്കും, വരുന്നവരെ ഇങ്ങോട്ട് എടുക്കും. മനസ്സിലാക്കണം. വയനാട്ടിൽ നിന്ന് 2 കന്യാസ്ത്രീമാരെ ഞാൻ കൊണ്ടുവന്നു. ആ 2 കന്യാസ്ത്രീമാരെ കൊണ്ടുവന്ന് 2 പേര് കല്യാണം കഴിച്ചു. ഇപ്പൊ 2-3 കുട്ടികളുമായിട്ട് സുഖമായിട്ട് മാനന്തവാടി തലപ്പുഴയിൽ ജീവിക്കുന്നുണ്ട്. ഇത് നമ്മൾ ചെയ്തു, ഇനിയും ചെയ്യും.
നല്ല ഉറപ്പാണ്, യാതൊരു മാറ്റവും ഇല്ല. എന്റെ സഹോദരന്മാരെ, ഏത് കാര്യത്തിലും ഇവിടെ വന്നിട്ട് നമ്മുടെ മാലിക്കനാടിന്റെ നമ്മുടെ കോളേജുണ്ട്. ഈ കോളേജിൽ ഇനി ഞാൻ ഒരു പ്രാവശ്യം വരും. ആ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ രണ്ടാമതും അത് ക്ലിയർ ചെയ്ത് തരും. മനസ്സിലാക്കണം, അത് മനസ്സിലാക്കി തരാം ഓരോ ഉദാഹരണങ്ങളിൽ. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, ഞാൻ നിർത്തുകയാണ്. എന്റെ സഹോദരന്മാരെ, ഇവിടെ രണ്ട് മഹാന്മാരാണ്. ഒന്ന് മഹാനായ കണ്ണീത്ത് ഉസ്താദ് അവറുകളും ഒന്ന് മഹാനായ തേക്കിന സംസലമ. ആ രണ്ടുപേരും നമുക്ക് ചില നിർദ്ദേശങ്ങൾ തന്നു. അയല് സുന്നത്ത് ജമായത്ത് സുന്നിയായിട്ടും സുന്നത്ത് ജമായത്തിനെ മുറുക്കി പിടിച്ചു പോകാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നത് ഞാൻ നിർത്തുകയാണ്. ഉസ്താദിന്റെ ദുആ ഉണ്ടാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.